ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്നത്തെ അതിഥി KPCC ജനറൽ സെക്രട്ടറി ശ്രീ റോയി കെ പൗലോസാണ്. ഈ അഭിമുഖത്തിന് ഇരിക്കുമ്പോൾ ഇടുക്കി ജില്ലയെയും മലയോര മേഖലയും ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയിരിക്കുന്ന ആ ബില്ല് ഗവർണറുടെ പരിഗണനയിലാണ്. ഒരുപക്ഷെ ഗവർണർ അതിൽ ഒപ്പുവയ്ക്കുമെന്നുള്ള വാർത്തകളുണ്ട്. അതേസമയം ഗവർണർ വീണ്ടും നിയമസഭയ്ക്ക് തിരിച്ചയക്കുമെന്നുള്ള വാർത്തകളുമുണ്ട്. അതോടൊപ്പം രാഷ്ട്രപതിക്ക് അയക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. രണ്ടാമതൊരു കാര്യം, മൂന്നാർ ബെഞ്ചുമായി ബന്ധപ്പെട്ട നിരവധി വിധികൾ ഉണ്ടായിരിക്കുന്നു. മലയോര മേഖലയിലെ പട്ടയ നടപടികളെ അത് ഹനിക്കുന്ന രീതിയിലുള്ള വിധികളാണ് ഉണ്ടാകുന്നത്. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ നിലപാട് ചോദിച്ചറിയാനാണ് ഈ ഫേസ് ടു ഫേസിൽ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം ശ്രീ റോയി കെ പൗലോസ്. നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചു, ഈ ഗവർണർ ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ഇടതുപക്ഷം പറയുന്നത് മലയോരത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഏകകണ്ഠമായി നിങ്ങൾ പാസ്സാക്കിയതാണ്. അപ്പോൾ നിങ്ങളുടെ കൂടി സമ്മതത്തോടും ഒക്കെ കൂടിയാണ് ഈ നിയമം ഇപ്പോൾ പരിഗണനയിലേക്ക് ഇരിക്കുന്ന നിയമം പാസ്സാക്കാൻ പോകുന്നത്. ഗവർണർ ഒപ്പിട്ടാൽ നിയമമായി മാറും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നുണ്ടോ? അതോ ഇവിടുത്തെ കർഷക സംഘടനകൾ പറയുന്ന വെറും ആവലാതികൾ മാത്രമാണോ? ഈ 2023 നമ്മുടെ സെപ്റ്റംബറിൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഭൂനിയമ ഭേദഗതി ബില്ല് അത് ഗവർണർ ഒപ്പിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് വലിയ പ്രയോജനം കിട്ടുമെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഭാഗികമായ ചില പ്രയോജനങ്ങൾ ലഭിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാർ തന്നെ ഇറക്കിയ സർക്കാർ ഉത്തരവിന്റെ ഫലമായി പല നിർമ്മാണങ്ങളും പട്ടയഭൂമിയിൽ നടത്തിയിട്ടുള്ള പല നിർമ്മിതികളും നിയമവിരുദ്ധമാണ് എന്ന് ഗവൺമെന്റ് ഓർഡറിലൂടെ വന്നിരിക്കുന്നു. അങ്ങനെ നിയമവിരുദ്ധമാണ് എന്ന് ഈ സർക്കാർ ഉത്തരവിലൂടെ വന്നിരിക്കുന്ന ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധൂകരിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണറുടെ മുമ്പാകെ ഒപ്പിടുമോ ഒപ്പിടുമില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബില്ലിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു പ്രയോജനം അത് മാത്രമേ ഉള്ളൂ. അതൊരു ഭാഗികമായിട്ട് ഉള്ള ഒരു പ്രയോജനം എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇടതുപക്ഷം ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് UDFും LDFും കൂടി ഏകകണ്ഠമായി പാസ്സാക്കിയ ബില്ലാണ്. പുറത്തു വന്നത് കഴിഞ്ഞിട്ട് UDFുകാർ എതിർക്കുകയാണ്. ഇതിലെന്തൊരു മര്യാദയാണുള്ളത് എന്നൊരു ചോദ്യം പലപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥ സത്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ ബില്ല് അവിടെ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഇടുക്കിയിൽ നിന്നുള്ള തൊടുപുഴയിൽ നിന്നുള്ള MLA ശ്രീ PJ ജോസഫും ശ്രീ മാത്യു കൊള്ളനാട് ഉൾപ്പെടെയുള്ള ചർച്ചയിൽ പങ്കെടുത്ത MLAമാര് അവരുടെ നിലപാട് പറഞ്ഞതാണ്. ഈ ബില്ലിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ ഇത് ഭേദഗതിയോടൊപ്പം തന്നെ പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഈ ചട്ടവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ
ഈ നിയമം പാസ്സാക്കി കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മേൽക്കോയ്മയും അവരിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അഴിമതിയും, അത് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉണ്ടാകാവുന്ന അഴിമതിയും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആളുകളെ കൂടുതൽ ഫൈനടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പെനാൽറ്റികളോ ഇതൊന്നും ശരിയല്ല എന്നുള്ള നിലപാട് UDF അസംബ്ലിയിൽ സ്വീകരിച്ചതാണ്. പക്ഷെ അവർ ആ ഭേദഗതികളൊന്നും അംഗീകരിച്ചില്ല. ഭേദഗതികളൊന്നും അംഗീകരിക്കാതെ തന്നെ നിയമമാക്കണമെന്നുള്ള വാശി വന്നപ്പോ മറ്റു പോംവഴികളില്ലാതെയാണ് സത്യത്തിൽ UDF അതിനെ അംഗീകരിക്കേണ്ടി വന്നത്. അത് അംഗീകരിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതാണ് കാര്യം. ഭാഗികമായിട്ടാണെങ്കിലും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ നിർമ്മിതി നടത്തിയിട്ടുണ്ട്. 1964 ശേഷം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടയം ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളില് വിവിധ തലത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം 2019 ഒന്നാം പിണറായി സർക്കാർ, ശ്രീ M.M. മണി ഉൾപ്പെടെയുള്ള ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ അവിടെ അംഗങ്ങളായിരിക്കുമ്പോൾ ഇറക്കിയ 2019 ആഗസ്റ്റ് മാസം 22-ാം തീയതി ഇറക്കിയ ഉത്തരവിലൂടെ നിയമവിരുദ്ധമായി മാറിയിരിക്കുകയാണ്. ആ നിയമവിരുദ്ധമായി മാറിയ അത്രയും നിർമ്മിതികൾക്കെങ്കിലും ഒരു പരിരക്ഷ നിയമപരമായിട്ട് ലഭിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മാത്രമാണ് UDF ഇതിനെ അംഗീകരിച്ചിട്ടുള്ളതും UDF ഇതിൽ പങ്കെടുത്തിട്ടുള്ളതും. അപ്പോ ഇത് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ലഭിക്കാവുന്ന ആളുകൾക്ക് ലഭിക്കാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ ഇതല്ല വേണ്ടത്. ഞങ്ങൾ ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിലെ കർഷക സംഘടനകൾ തന്നെ സൂചിപ്പിച്ചല്ലോ. കർഷക സംഘടനകൾ പറയുന്നത് 100% ശരിയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, അത് തന്നെയാണ് UDFന്റെ നിലപാട്, അത് തന്നെയാണ്. അവര് പറയുന്നത് എന്താ? അവര് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ നിയമത്തിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. അവിടെ ചട്ട ഭേദഗതി നടത്തിയാൽ മതിയായിരുന്നു. 4-ാം ചട്ടം ഭേദഗതി ചെയ്താൽ 64 റൂളിലെ അനുസരിച്ച് 4-ാം ചട്ടം ഭേദഗതി ചെയ്താൽ ഈ പറയുന്ന മുൻകാല പ്രാബല്യത്തോടെ തന്നെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്, അസംബ്ലിക്കുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് ഭേദഗതി ചെയ്താൽ മാത്രം മതിയായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ. ഇത് കുറച്ചുകൂടി കുഴച്ച് മറിച്ച് ഗവൺമെന്റ് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ട് ബോധപൂർവം ഇതൊരു വലിയ സാമ്പത്തിക അഴിമതിക്ക് അവസരമുണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. അതായത് നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുഴൽനാടൻ അവസരം ചോദിക്കുന്നു, PJ ജോസഫ് അവസരം ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വസ്തുതകൾ നന്നായി പഠിച്ച ആളെ കൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയിപ്പിക്കാതെ, അതായത് മാത്യു കുഴൽനാടനാണ് ഈ ആദ്യം മുതൽ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം നന്നായി ഗ്രഹപാഠം നടത്തി നന്നായി ഈ വിഷയത്തെ പഠിച്ച ഒരാൾ മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഹൈക്കോടതി, സുപ്രീം കോടതിയിലടക്കം നടത്തിയ ഒരാൾ, അയാളെ കൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയിപ്പിക്കാതെ ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സീനിയർ നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നു. ജില്ലയിൽ നിന്നുള്ള MLA ആയ UDFന്റെ MLA ആയ PJ ജോസഫും എനിക്ക് കൂടി പറയാൻ അവസരം വേണമെന്ന് നിയമസഭയിൽ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും സമയം കൊടുക്കാതെ, ഒരുപക്ഷെ മാത്യു കുഴൽനാടനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സാഹചര്യത്തിൽ ശാസിക്കുക കൂടി ചെയ്ത പോലെയാണ് കാഴ്ചക്കാരായ പ്രേക്ഷകരായ നമുക്കൊക്കെ മനസ്സിലാക്കുന്നത്. നിയമസഭാ നടപടി കണ്ട ആളെന്നുള്ളതിൽ യഥാർത്ഥത്തിൽ 1960 ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ചർച്ചകളിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബോധപൂർവം ഒഴിവായതിനു ശേഷം തോട് പുറമ്പോക്കിൻ്റെയും ആറ്റുപുറമ്പോക്കും കയ്യേറുന്നവരുടെ പട്ടയ വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അദ്ദേഹം ബോധപൂർവം ഈ വിഷയത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണെന്ന് മനസ്സിലായി കോൺഗ്രസും ഇതിനെ കൂടുതൽ ചർച്ചകളില്ലാതെ പാസ്സാക്കണമെന്ന ഒരു അജണ്ട ഇതിലുണ്ടായിരുന്നില്ലേ? ഇടുക്കിയിൽ നിന്നുള്ള ചില ആളുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഈ നിയമത്തെ ഭേദഗതി ചെയ്യുന്ന ജില്ലയെ മുച്ചോടും മുടിക്കുന്ന ഒരു കർഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുച്ചോടും മുടിക്കുന്ന ഒരു നിയമ ഭേദഗതിയെ നിങ്ങൾ കൂടി സ്വാഗതം ചെയ്തതിന് ശേഷം ഇപ്പോൾ പുറത്തു വന്ന് ഈ വിഷയങ്ങൾ ഇപ്പം ഞാൻ കർഷകർക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? ഞാൻ പറഞ്ഞ മറുപടി കേട്ടിരുന്നോ? ഞാൻ പറഞ്ഞത് റോയ് കെ പോലീസ് താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. യെസ്, കേട്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പൂർണ്ണമായ ഒരു തൃപ്തിയോടുകൂടി ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന്റെ അകത്ത് നിരവധി ഭേദഗതികൾ ആവശ്യമുണ്ട്. അതിനൊന്നും വഴങ്ങാതിരുന്ന സന്ദർഭത്തിലാണ് ഈ കാര്യം ഞങ്ങൾക്ക് ഭാഗികമായിട്ടാണെങ്കിലും
ജില്ലയിലെ കുറേയേറെ കർഷകർക്കെങ്കിലും പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അതിന് സമ്മതിച്ചത് കൊണ്ടാണ്. അതൊരു പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിട്ടുള്ള കാര്യമല്ല. ഇനി ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഈ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കുറവുകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റിന് കഴിയും. അതിന് മുൻകാല പ്രാബല്യത്തോടെ തന്നെ കർഷകർക്ക് സഹായകരമായ രീതിയിൽ ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഗവൺമെന്റിന് കഴിയും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തുക പിഴ ഈടാക്കാതെ തന്നെ സ്വന്തം പട്ടയഭൂമിയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരെ സഹായിക്കാൻ ഗവൺമെന്റിന് കഴിയും. അതോടൊപ്പം തന്നെ ഈ നിയമ ഭേദഗതിയിൽ പറയാത്ത ഇനിയും പട്ടയം ലഭിക്കേണ്ടുന്ന ജില്ലയിലെ 10,000-കണക്കിന് ആളുകളുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 40,000-ലേറെ കർഷകർക്ക് ഇനിയും പട്ടയം കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ കർഷകർക്കും പട്ടയം കൊടുക്കുന്ന സന്ദർഭങ്ങളില് ആ പട്ടയത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുമെന്നുള്ളത് ഈ ബില്ലിൽ ഒരു വ്യവസ്ഥ ചെയ്യുന്നില്ല, ഇതിൽ പരാമർശിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ പുതിയ പുതിയ പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വളരെ ഗൗരവത്തോടെ തീർച്ചയായിട്ടും UDF അതിനെ പരിഗണിക്കും. കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത്തരമൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് പരിഗണിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിയമം ആ ബില്ല് നിയമമാകുന്നതിന് ഗവർണറുടെ പരിഗണനയിലിരിക്കുകയാണ്. കർഷക സംഘടനകളും BJP നേതാക്കളും RSS അടക്കമുള്ള നേതാക്കൾ അവരുടെ സംഘടനകൾ ഈ ബില്ല് പാസ്സാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ സമീപിച്ചിട്ടുണ്ട്. കർഷക സംഘടനകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കർഷക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനങ്ങൾ ഗവർണർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ ബില്ല് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കിയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ അവരുടെ ആളുകൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയൊക്കെയുണ്ടായി. വലിയ രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഗവർണറുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഒന്ന്, ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ ഇത് ബില്ല് പാസ്സാക്കണമെന്ന് പോരുന്നു. അതോടൊപ്പം തന്നെ കർഷക സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികൾ NDA അടക്കമുള്ള മുന്നണി നേതാക്കളെല്ലാം ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാക്കരുത്. ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ സാഹചര്യം മലയോര മേഖലയിൽ ഉണ്ടാകുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ? ഈ ബില്ല് തിരിച്ചയക്കണം, നിയമസഭ വീണ്ടും ചർച്ച ചെയ്യണമെന്നോ ആണോ നിങ്ങളുടെ ആവശ്യം? അതോ ഈ ബില്ല് അതേപടി പാസ്സാക്കി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഗുരുതരമായ തെറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ UDFൻ്റെ കോൺഗ്രസിൻ്റെ അഭിപ്രായം? എന്താണ്? ഗവർണർ ബില്ല് തിരിച്ചയക്കണമെന്നോ നിയമസഭയിലേക്ക് തിരിച്ചയക്കണമെന്നാണോ? അല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും UDFന്റെ കൂടി പിന്തുണയോടുകൂടി പാസ്സാക്കിയ ഒരു ബില്ലാണ് ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ബില്ല് ഗവർണർ ഒപ്പിടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ആ ഒപ്പിട്ടത് കൊണ്ടുള്ള പ്രയോജനം എന്ത് എന്ന് ചോദിച്ചാൽ കാര്യമായ പ്രയോജനമൊന്നും ഇടുക്കിയിലെ കൃഷിക്കാർക്ക് കിട്ടുന്നില്ല എന്ന് വളരെ കൃത്യമായ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കുറേയേറെ ആളുകൾക്ക് പ്രയോജനം ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിയമവിരുദ്ധമെന്ന് ഈ ഗവൺമെന്റിന്റെ സർക്കാർ ഉത്തരവ് കൊണ്ട് മാത്രം വിധേയം ആയിട്ടുള്ള ആളുകൾക്കാണ് പ്രയോജനം ലഭിക്കുക. അത്രയെങ്കിലും ആകട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ബില്ല് ഇത് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട് അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് ആവശ്യമായ ഭേദഗതികളും ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം അസംബ്ലിയിൽ വീണ്ടും വരേണ്ടതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലുള്ള കുറവുകളുണ്ട് ഞാനിപ്പോ ആദ്യം പരാമർശിച്ചല്ലോ. ഈ ബില്ലിൽ തന്നെ നിലവിൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങളെ സംബന്ധിച്ചേ പറയുന്നുള്ളൂ. ഈ ബില്ല് നിയമമാകുന്നത് വരെയുള്ള പട്ടയങ്ങളെ സംബന്ധിച്ചേ പറയുന്നുള്ളൂ. ഈ ബില്ല് നിയമമായി കഴിഞ്ഞതിന് ശേഷം ഇനി കൊടുക്കാവുന്ന ഇല്ലെങ്കിൽ കൊടുക്കേണ്ടുന്ന പട്ടയങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ലഭിക്കുന്ന കൃഷിക്കാർക്ക് ലഭിക്കുന്ന പട്ടയ ഭൂമിയില് മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അതെല്ലാം ഗവൺമെന്റിന്റെ ഒരു വിവേചന അധികാരത്തിന് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയായിട്ടാണ് നിൽക്കുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഈ ഗവൺമെന്റിന്റെ വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ ആരാ? മുഖ്യമന്ത്രി ഭയച്ചൊന്നും നോക്കുന്നില്ലല്ലോ. ഗവൺമെന്റിന്റെ വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ ജില്ലയിൽ നാളിതുവരെ കാണാത്ത അഴിമതിയും മറ്റു കുഴപ്പങ്ങളും എല്ലാം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അനന്തര നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പോരായ്മകളും ഇനി വേണ്ടുന്ന കാര്യങ്ങളും എന്ത് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷക സംഘടനകളും ഒക്കെയായി ഗവൺമെന്റ് ചർച്ച നടത്തി ഒരു ധാരണയിലെത്തിയിട്ട് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം. റോയ്ക്ക പൗലോസ്, ഈ നിയമ ഭേദഗതി ബില്ല് തിരിച്ച് നിയമസഭയിൽ അയക്കുമ്പോൾ ഇതൊരു ചർച്ചയോടുകൂടി വിവാദ
പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജനങ്ങൾക്ക് ജനങ്ങളുടെ അല്ലെങ്കിൽ സ്വത്ത് സംരക്ഷിക്കുന്നതിനും അവരുടെ ഭരണഘടനാ മൂല്യം സംരക്ഷിക്കുന്നതിനും എതിരായ പ്രശ്നങ്ങൾ ഈ നിയമ ഭേദഗതിയിലുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിൽ ഇപ്പോൾ നിരവധി വട്ടം നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളുടെ ധ്വംസനം നടന്നിട്ടുണ്ടെന്ന് കർഷക സംഘടന ആരോപിക്കുന്നു. നിങ്ങൾ കർഷക സംഘടനയുടെ ഒപ്പം യോജിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ബില്ല് ഒപ്പുവെക്കേണ്ട അല്ലെങ്കിൽ ബില്ല് ഒപ്പുവെക്കേണ്ട എന്നുള്ളൊരു വാദം നിങ്ങൾ ഉന്നയിക്കുന്നില്ല. അതേസമയം കർഷക സംഘടനകൾ പറയുന്നത് ഗവർണർ ഈ ബില്ല് ഒപ്പുവെക്കാതെ നിയമസഭയുടെ പരിഗണനയ്ക്ക് വീണ്ടും വിടണം, വീണ്ടും പ്രതിപക്ഷവുമായി ആലോചിച്ച് ചർച്ച നടത്തിയതിന് ശേഷം വിവാദ വ്യവസ്ഥകൾ ഇതിൻ്റെ അകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വിവാദ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങളുടെ ധ്വംസനമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യണം. അതിനൊരു ചർച്ചാവേദി ആകുമില്ലേ ഗവർണർ ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ? അതേസമയം നിങ്ങൾ പറയുന്ന പോലെ ഈ ജനവിരുദ്ധ തീരുമാനങ്ങളുള്ള ഒരു ബില്ല് ഒപ്പുവെക്കുന്നതിലൂടെ പ്രതിപക്ഷം കൂടി ഈ ജനവിരുദ്ധ നിലപാടുകളെ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെ അംഗീകരിക്കില്ലേ? പിന്നെ പുറത്തിരുന്നിട്ട് നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെയല്ല തങ്കച്ച, അതല്ലല്ലോ അതിന്റെ വസ്തുത. എന്താണ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ബില്ലിനെ ഞങ്ങൾ UDF അവിടെ പരസ്യമായിട്ട് എതിർക്കുന്ന സാഹചര്യം വന്നാൽ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം എന്താ? ഇടുക്കിയിലെ കൃഷിക്കാരെല്ലാം സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ബില്ല് കൊണ്ടുവന്നു. അതിനെ UDF എതിർത്ത് പരാജയപ്പെടുത്തി. ഇതിന്റെ 100% സത്യാവസ്ഥ എന്താണ് എന്ന് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ രാവിലെ മുതൽ വൈകിട്ട് വരെ തൂമ്പായി എടുത്ത് പറമ്പിൽ പണിയാൻ പോകുന്ന ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സാധാരണ കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ അറിവുണ്ടായിട്ടില്ല. സത്യം അതാണ്. അവരിൽ മഹാഭൂരിപക്ഷത്തിനും ഇപ്പോഴും ഇതിന്റെ അപകടം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. UDF അത് രാഷ്ട്രീയ വൈരാഗ്യം മുൻനിർത്തിക്കൊണ്ട് എതിർത്ത് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു പോയേനെ എന്തൊരു ധാരണ ഇവിടെ സൃഷ്ടിക്കേണ്ട എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഈ LDF എന്താ പറയണത്? LDFകാര് പറയണത് ഇപ്പൊ ഏതാണ്ട് ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാഗ്നാ കാർട്ട എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്ത വിവരദോഷികളാണ് ഇത് കർഷകന്റെ മാഗ്നാ കാർട്ട എന്ന് പറയുന്നത്. ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് ജനങ്ങൾക്ക് ബോധ്യമാകാൻ ഈ ബില്ല് ഗവർണർ ഒപ്പിട്ടാലും കുഴപ്പമില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒപ്പിട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഈ ഇടതുപക്ഷത്തിന്റെ കാപട്യം എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്നത് തന്നെയാണ്, UDF പറയുന്നത് തന്നെയാണ്, കർഷക സംഘടനകൾ പറയുന്നത് തന്നെയാണ്. ഇതിന്റെ സത്യം എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇതിനൊരു അവസരം ഉണ്ടാകും. ഇനി അതല്ല, തങ്കച്ചൻ പറയുന്നത് പോലെ കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത് പോലെ ഗവർണർ ഇത് ഒപ്പിടാതെ വിട്ടാലും ഞങ്ങളെ സംബന്ധിച്ച് പരാതിയൊന്നുമില്ല. അപ്പൊ കൂടുതലായിട്ട് അസംബ്ലിയിൽ കൂടുതലായിട്ട് വിശദമായിട്ട് ചർച്ചകൾ നടത്താൻ പറ്റും. ഇപ്പൊ നടന്നിട്ടുള്ള ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പൊ അത്തരമുള്ള ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും മറ്റെല്ലാവരുമായിട്ടും ചർച്ച ചെയ്തിട്ട് ഒരു ഉറച്ച നിലപാടിലേക്ക് ഒന്നുകൂടി പോകുന്നുള്ള ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ പോലും അസംബ്ലിയിലേക്ക് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കതിന് എതിർക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒപ്പിട്ടു പോയ ഒരു ബില്ലിനെ ഞങ്ങൾ ഇനി അത് തിരിച്ചയക്കണം, ഒപ്പിടരുത് എന്നല്ല. ഞങ്ങൾ യോജിച്ച് ഒരുമിച്ച് പാസ്സാക്കി വിട്ട ബില്ലിനെ ഒരിക്കലും ഞങ്ങൾ ഗവർണറോട് ഒപ്പിടരുത് എന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയത്തില്ല. തിരിച്ച് ഗവർണർ അയച്ചാലും വളരെ സജീവമായ ചർച്ച അസംബ്ലിയിൽ നടത്തുന്നതിന് കഴിയും. ഈ പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അത് ഈ പാസ്സാക്കിയിരിക്കുന്ന ഈ പറയുന്ന LDFകാർക്കും അറിയാം. ഇവര് വലിയ വീരവാദം മുഴക്കുന്നതിൻ്റെ അകത്ത് സത്യമൊന്നുമില്ല എന്നുള്ളത് അവർക്കും അറിയാം. അപ്പൊ അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഗവർണർ ഒപ്പിടരുത് എന്നുള്ളതാണ്. LDFന്റെ യഥാർത്ഥ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബില്ലിൽ ഗവർണർ ഒപ്പിടരുത് എന്നാണ്. യഥാർത്ഥത്തിൽ വിവരമുള്ള LDFകാർ ആഗ്രഹിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പോഴും അവർക്ക് ഈ നാട്ടിൽ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കാം. അപ്പൊ തങ്കത്തിനറിയാലോ, 2019 ഈ സർക്കാർ ഉത്തരവ്, നിർമ്മാണ നിരോധന ഉത്തരവ് ഇറക്കിയ അന്ന് മുതല്, ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തിറക്കിയ ഉത്തരവ് മുതല് ഇടുക്കിയിലെ LDFും സംസ്ഥാനത്തെ LDF നേതൃത്വവും എത്ര തെറ്റായ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെറ്റായ പ്രചരണങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം, അത് ഞങ്ങളുടെ പരാജയമല്ലേ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സത്യമാണ്. അവിടെ ഒരുപക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ 100% ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. കാരണം
ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു തെറ്റ് 2019 ഗവൺമെന്റ് ചെയ്തു. ഇടുക്കിയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ, കേരളത്തിൽ 13 ജില്ലകൾക്കും ഇല്ലാത്തൊരു നിയന്ത്രണമാണ് ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നത്. അത് സുപ്രീം കോടതി വരെ ഗവൺമെന്റ് പോയിട്ടും ഈ ജില്ലയ്ക്ക് മാത്രമായിട്ട് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള ജില്ലയിലെ ജനങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം സുപ്രീം കോടതി പോലും നിന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ കള്ളം കാണിച്ചവർ, ഈ തെറ്റ് ചെയ്തവർ, ഈ കാപട്യം നടത്തുന്നവർ, ഒരു നിലപാടെടുക്കുന്നവർ അവർ വീണ്ടും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നത് ഒരു വലിയ വിരോധാഭാസം നമ്മുടെ നാട്ടിൽ നിൽക്കുക. ഇപ്പൊ തങ്കച്ചനറിയാമല്ലോ, ഇപ്പൊ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ബുദ്ധിപരമായ ഒരു നിലപാടാണ്. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഏതാ, കോടതിയിൽ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെയും കൂടി ഒരു താല്പര്യം അനുസരിച്ച് പ്രത്യേകമായിട്ടൊരു ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിക്കുന്നു. എല്ലാ ആഴ്ചയിലും അത് സിറ്റിംഗ് നടക്കുന്നു. ആ സിറ്റിംഗ് നടക്കുമ്പോൾ ഇടുക്കിയിലെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കുന്നു. ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ? അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ ഞാൻ കോടതിയെ കുറ്റം പറയുന്നില്ല, ഞാൻ അതിന്റെ ബന്ധപ്പെട്ട ജഡ്ജിമാരെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ സഹായിക്കാൻ വേണ്ടി 2 അമിക്കസ് ക്യൂറികൾ വെച്ചിട്ടുണ്ട്. ആരാണ് ഈ 2 അമിക്കസ് ക്യൂറികൾ? ഒന്ന്, CPIയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷക മേഖലയിലെ ഏറ്റവും തലവനായിട്ടുള്ള ആള്, അയാളാണ് ഇതിന്റെ ആളെന്ന് പറയുന്നത്. ഏതാ? തമ്പാൻ. അപ്പോ അയാൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 2019 നിർമ്മാണ നിരോധന ഉത്തരവൊക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ ആ ഉത്തരവ് ഇറക്കുന്നതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്ത ആളാണ് ഈ പറയുന്ന ഈ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന തമ്പാൻ എന്ന് പറയുന്ന ചങ്ങാതി. അയാളാണല്ലോ ഒരു അമിക്കസ് ക്യൂറി. മറ്റൊന്ന് ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്നയാള്, തീവ്ര പരിസ്ഥിതവാദി. ഈ 2 പേരെയും അമിക്കസ് ക്യൂറിമാരായിട്ട് കോടതിയിൽ വെച്ചപ്പോ ഗവൺമെന്റ് ഒരു അക്ഷരം പോലും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇവർ 2 പേരും ഇതിനെ പറ്റിയ ആളുകളാണെന്ന് ഗവൺമെന്റ് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടി, ഈ ഒരു കോടതിയുടെ സഹായത്തോടു കൂടി ഇവിടുത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോയ് കെ പോലീസ്, ഇപ്പോൾ ഈ മൂന്നാർ സ്പെഷ്യൽ ബെഞ്ച് 5/6/2023 ഫോം ചെയ്തു. അതിനുശേഷം ഇടുക്കി ജില്ലയെ, സംസ്ഥാനത്തെ 14 ജില്ലകളിലെ മലയോര മേഖലയെ ബാധിക്കുന്ന 13 എന്ന് പറയാം, ആലപ്പുഴ ഒഴിച്ച് 13 ജില്ലകളിലെ മലയോര മേഖലയിലെ ബാധിക്കുന്ന ഗുരുതരമായ 33 ഉത്തരവുകൾ ഇതോടൊപ്പം പുറപ്പെടുവിക്കുന്നുണ്ട്. ഒന്ന്, ഇടുക്കി ജില്ലയിലെ 13 ഗ്രാമപഞ്ചായത്തുകളെ ദുരന്ത നിവാരണ നിയമത്തിന് കീഴിലാക്കി. 2, അടുത്തത് 1, 64 ചട്ടം. ആ ചട്ടപ്രകാരം ഇനി ഭൂമി പതിച്ചു കൊടുക്കാൻ പട്ടയം നൽകരുത് എന്ന് കോടതി പറയുന്നു. ഇതുപോലുള്ള ഗുരുതരമായ വിഷയങ്ങൾ, അതായത് മലയോര മേഖലയിലെ ജനവാസത്തിന് ഹനിക്കുന്ന രീതിയിൽ ഉള്ള ഉത്തരവുകളാണ് കോടതിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരവുകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മളുമായി ഈ ഇടുക്കി വിഷൻ്റെ തന്നെ ഫേസ് ടു ഫേസിൽ അങ്ങയോട് പലവട്ടം ഞങ്ങൾ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചാൽ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള, അങ്ങയുടെ നേതാക്കളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ കോടതി ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചു പോകുന്നു. CPI നോമിനിയായ രഞ്ജിത്ത് തമ്പാൻ ഈ 1801/2010 കേസിൽ നിർമ്മാണ നിരോധനം ചോദിച്ചു വാങ്ങിയ അഭിഭാഷകൻ തന്നെ അമിക്കസ് ക്യൂറിയായി വരുന്നു. ഈ കേസിലെ ഹർജിക്കാർക്ക് വേണ്ടി കേസ് വാദിച്ചുകൊണ്ടിരുന്ന ഹരീഷ് വാസുദേവൻ അമിക്കസ് ക്യൂറിയായി വരുന്നു. ഗവൺമെൻറ്റും ഈ പറയുന്ന കോടതിയിലെ അഭിഭാഷകരുമെല്ലാം ഒരു ധാരണയുടെ പുറത്ത് ഉണ്ടാക്കിയ കോടതി നടപടികളിലൂടെ 33 ഉത്തരവുകൾ. അതേസമയം മറുപക്ഷം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ കേൾക്കണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ സർക്കാരിൻ്റെ അഭിഭാഷകരോ ആരും തയ്യാറാവാത്ത സാഹചര്യത്തിൽ പലരും, ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ അവിടെ ഈ കേസിൽ കക്ഷി ചേരുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഇവരുടെ ആരുടെയും അഭിപ്രായം, അവരുടെ ആരുടെയും അഡ്വക്കറ്റുമാർ ഈ കോടതിയിൽ ഏതെങ്കിലും സമയത്ത് ഹാജരായതിൻ്റെ രേഖകളില്ല, ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ രേഖകളില്ല. ആകെ വല്ലപ്പോഴും ഇടുക്കി ജില്ലയിലെ കർഷക സംഘടനകളുടെ പ്രതിനിധീകരിച്ച് ഒരു അഭിഭാഷകൻ ഏറ്റുനിന്ന് പറയുന്നതിന് ഒഴിച്ചാൽ വേറെ ആരും ഈ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല. 13 ഗ്രാമപഞ്ചായത്തിലും നിരവധി പഞ്ചായത്തുകളുടെ സർക്കാർ അഭിഭാഷകരുണ്ട്. നിങ്ങളുടെയും ഉണ്ട്, നിങ്ങൾ UDF ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെയും ഉണ്ട്. പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരാരും കോടതിയിൽ മിണ്ടുന്നില്ല, ഒരക്ഷരം ഉരിയാടുന്നില്ല. അപ്പോൾ ഇപ്പോൾ 33 വിധി പ്രസ്താവങ്ങളുണ്ടായിരിക്കുന്നു. എങ്ങനെ തിരുത്തപ്പെടുമെന്നാണ് കരുതുന്നത്? ഈ ജില്ലയിൽ
ഡയറക്റ്റായിട്ട് കുടിയിറങ്ങിക്കോ എന്നുള്ളൊരു സന്ദേശം കൂടി ഈ വിധികളിലൂടെയെല്ലാം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യമാണ് സംഘത്തിന് സംസാരിച്ച കാര്യങ്ങളെല്ലാം. കാരണം കോടതിയുടെ ഉത്തരവുകൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് അനുസരിച്ച് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ഉത്തരവുകാരന്റെ താല്പര്യം എന്ത് എന്ന് മനസ്സിലാക്കി കോടതി മനസ്സിലാക്കി ആ മനസ്സിലാക്കുന്നതിനനുസരിച്ചുള്ള ഉത്തരവുകളാണ് ഈ 33 ഉത്തരവുകൾ. കാരണം ഗവൺമെന്റിന് വേണ്ടി അഭിപ്രായം പറയേണ്ട ആളുകളാരാ? രഞ്ജിത്ത് തമ്പാനും തന്നെ അവിടെ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന, കോടതിയെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇവരോടൊപ്പം ഗവൺമെന്റിന് വേണ്ടി ഹാജരാകുന്ന മറ്റു സർക്കാർ അഭിഭാഷകരുണ്ട്. ആ അഭിഭാഷകരെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മഹാഭൂരിപക്ഷ അഭിഭാഷകരും രഞ്ജിത്ത് തമ്പാന്റെ ഓഫീസിലെ പഴയ ജൂനിയേഴ്സാണ് ഈ വിഷയത്തിൽ കോടതിയിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന മറ്റു വക്കീലന്മാരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ തങ്കച്ചൻ ചൂണ്ടിക്കാണിച്ച പോലെ 2019 ഇറങ്ങിയ നിർമ്മാണ നിരോധന ഉത്തരവ് ഇടുക്കിക്കാർക്ക് മാത്രം വേണമെന്ന് ഇറക്കിയ ഉത്തരവ് കോടതിയോട് ചോദിച്ചു വാങ്ങുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതാണ് രഞ്ജിത്ത് തമ്പാൻ. ആ രഞ്ജിത്ത് തമ്പാനാണ് സത്യത്തിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. രഞ്ജിത്ത് തമ്പാന്റെ താല്പര്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് വളരെ ബുദ്ധിപൂർവമായ നിലപാടെന്താന്ന് ചോദിച്ചാൽ, നേരിട്ട് സർക്കാർ ഉത്തരവിറക്കി കഴിയുമ്പോൾ അത് ഗവൺമെന്റിന് വലിയ രാഷ്ട്രീയമായ നഷ്ടം ഉണ്ടാകും. ആ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി കോടതിയെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ ഉത്തരവുകൾ കോടതിയുടെ ഉത്തരവുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പരാമർശിച്ച രണ്ടാമത്തെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ഒന്നുകൂടി പരിശോധിക്കാവുന്നതാണ്. കാരണം നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ വളരെ ചുരുക്കമാണ്. അവിടെ മറയൂരും അതുപോലെ തന്നെ വട്ടവടയും ചിന്നക്കനാലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചിന്നക്കനാലും പോയി. 2 പഞ്ചായത്തൊക്കെ ആ മേഖലയിൽ UDFന് ഇപ്പം നിലവിലോടെ ഉള്ളൂ. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ അതിനു വേണ്ടി വക്കീലന്മാരെ വെച്ചിരുന്നു. ഈ ജില്ലക്കാരൻ തന്നെയായിട്ടുള്ള ഒരു വക്കീല്, രാജാക്കാടുകാരൻ തന്നെയായിട്ടുള്ള ഈ ഭൂവിഷയങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെയാണ് UDFന്റെ പഞ്ചായത്തുകൾ വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കോടതിയിൽ ഞാൻ തന്നെ ഇടയ്ക്ക് ആ വക്കീലിനെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പൊ ഹാജരാകുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സംഘത്തിനിപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ വസ്തുത ഒന്നുകൂടി തീർച്ചയായിട്ടും ഞാൻ പരിശോധിക്കും. എന്തായാലും UDFന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഗവൺമെന്റിന്റെ ഈ കള്ളക്കളിക്ക് ഒരു കാരണവശാലും കൂട്ടുനിൽക്കുന്ന സമീപനം ഉണ്ടാകത്തില്ല. ഇതിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. റോയ്ക്ക് പോലീസ് ഇപ്പോൾ അഭിഭാഷകരെ വെച്ചു എന്ന് പറയുന്നു. ഡീൻ കുര്യാക്കോസ് ഇടുക്കി എം പിക്കും ഒരു അഭിഭാഷകനുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റ് പഞ്ചായത്തുകളിലെ ആളുകൾ LDF ഭരിക്കുന്നതാണ്. സർക്കാരിൻ്റെ നയവുമായിട്ട് ബന്ധപ്പെട്ട പോവുകയുള്ളൂ എന്ന് തന്നെ കരുതാം. പക്ഷേ നമ്മൾ ഇറങ്ങുന്ന ഈ 33 ഇടക്കാല ഉത്തരവുകളിൽ ഒരിടത്തും ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിഭാഷകൻ ഹാജരായി ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള വിഷയമുണ്ടെന്ന് ബോധിപ്പിച്ച് വളരെ അപൂർവമാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്നത് ഈ സർക്കാർ തലത്തിലും സർക്കാരും പ്രതിപക്ഷവും എല്ലാം യോജിച്ച് ഒരു മാനിപ്പുലേഷൻ, ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയെ അവിടെ ഘട്ടം ഘട്ടമായി കുടിയിറക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. എതിർക്കേണ്ടവിടത്ത് എതിർക്കാതെ ന്യായങ്ങൾ നിയമ വ്യവസ്ഥകളുമെല്ലാം കോടതി മുമ്പാകെ ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യവും വിനിയോഗിക്കാതെ, പ്രത്യേകിച്ച് ഇടുക്കി DCC ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം വളരെ ഗുരുതരമാണ്. താങ്കൾ നമ്മുടെ ഈ ചർച്ചയുടെ ഈ അഭിമുഖത്തിൻ്റെ ആദ്യം അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ഇടുക്കി ജില്ലയിലെ മനുഷ്യർക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങളെക്കുറിച്ച് ആർക്കും തന്നെ അറിയാൻ കഴിയില്ല. അതേസമയം പ്രതിപക്ഷത്തിന് ഇവിടെ വഹിക്കേണ്ട ചില പങ്കുകളുണ്ട്. ഈ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും ഒക്കെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമാണ്. അതേസമയം ഈ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ സമീപത്ത് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നിങ്ങളുടെ ഭരണകാലത്തുണ്ടായി. അതിൻ്റെ 4/1 പോലും അല്ലെങ്കിൽ ഒരു 5% പോലും പ്രതിഷേധമുണ്ടാക്കുവാനോ ജനങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനോ ഈ നിയമം മാരകമാണെങ്കിൽ, ഈ ബില്ല് മാരകമാണെങ്കിൽ ആ ബില്ലിൻ്റെ ഗുണദോഷ വശങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെയും ഇവിടുത്തെ സാധാരണ കർഷകരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു കടമ UDFനുണ്ട്. നിങ്ങളും വോട്ട് ചോദിക്കുന്നവരാണ്, അവരും വോട്ട് ചോദിക്കുന്നവരാണ്.
ഈ ജനത്തിൻ്റെ നിലനിൽപ്പ് നിങ്ങൾ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഈ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ഇത് നിയമം തെറ്റാണ് എന്ന് പറയുന്നതിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യത്തിന് എങ്ങനെ നിങ്ങൾ മറുപടി പറയും? തങ്കച്ചൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2016 മുതലുള്ള വിഷയത്തിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഒരു മാസത്തിനുള്ളിൽ തുടങ്ങിയ ജനവിരുദ്ധ നടപടികൾ, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള പ്രത്യേക ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി എടുത്തിട്ടുള്ള നടപടികൾ, അങ്ങനെയാണ് അവിടുത്തെ 8 വില്ലേജുകളുടെ കാര്യങ്ങൾ തുടങ്ങുന്നത്. അന്ന് മുതൽ ഞങ്ങൾ ഇതിനെ എതിർത്ത് ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് 2019 നിർമ്മാണ നിരോധന ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 ഹർത്താലുകൾ ഈ ജില്ലയിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ഹർത്താൽ നടത്തുക എന്നുള്ളത് UDFന്റെ ഒരു രാഷ്ട്രീയ നിലപാടല്ലാതിരുന്നിട്ട് പോലും സംസ്ഥാന ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകമായ അനുമതി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടത്തിയേ പറ്റൂ. ഈ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് 3 ഹർത്താലുകൾ ഞങ്ങൾ ഈ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടും ഈ ജനവിരുദ്ധമായിട്ടുള്ള ഉത്തരവുകൾക്കെതിരായിട്ടും ജില്ലയില് 3 ഹർത്താലുകൾ UDF നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട സമരങ്ങള്, ദേവികുളം RDO ഓഫീസിന് മുമ്പിൽ എത്രയോ സമരങ്ങൾ നടന്നു, രാപ്പകൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, വില്ലേജ് തലങ്ങളിൽ സമരം നടത്തിയിട്ടുണ്ട്, പഞ്ചായത്ത് തലങ്ങളിൽ സായാഹ്ന ധർണകൾ നടത്തിയിട്ടുണ്ട്, നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. MP ചെറുതോണിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു തങ്കച്ചൻ പറഞ്ഞതിനോട്. ഈ സമരങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും ഇടുക്കിയിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇതിന്റെ ഇരകളാകുന്ന ജനങ്ങൾ നാളെ ഈ ജില്ലയിൽ നിന്ന് അവരറിയാതെ തന്നെ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കോടതിയുടെ കൂടി പിന്തുണയോടെ അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഈ സത്യം മനസ്സിലാക്കാൻ കഴിയാത്തവരായിട്ടുണ്ട്. അത് പറഞ്ഞിട്ടും എത്ര മനസ്സിലാകാത്ത ആളുകളുണ്ട്, ഇതിന് ഗൗരവം കൊടുക്കാത്ത ആളുകളുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിന്റെ കള്ളപ്രചരണത്തില് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് തങ്കച്ച. കാരണം ഇടുക്കി ജില്ലയിൽ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റു 13 ജില്ലയിലും ഇല്ലാത്തൊരു വിഷയമാണ്. കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും എതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ സംസ്ഥാന തലത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമരങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വം UDFന് തന്നെയാണുള്ളത്. അപ്പൊ ഒരു ദിവസവും മെനക്കെടാതെ 24 മണിക്കൂർ സമരം നടത്തേണ്ട സാഹചര്യമാണിന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ളത്. അപ്പൊ മറ്റു സമരങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഇതിന് വഴിമാറി പോകേണ്ട സന്ദർഭത്തില് ഇതിന് വേണ്ടത്ര രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ തങ്കച്ചനെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിന്റെ അകത്തേക്ക് ഒരുപക്ഷെ സമരത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഞങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ വിഷയത്തിന്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ സമരരംഗത്തുണ്ടായിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഇപ്പൊ KPCCയുടെ ജാഥ വരികയാണ്. 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇടുക്കിയിൽ വരികയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് തൊടുപുഴയിലും ഒന്ന് അടിമാലിയിലും കട്ടപ്പനയിലുമാണ്. ഇതിൽ 2 കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും ഈ ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ പോലും 3 പോയിന്റേ ഉള്ളൂ, 3 സ്വീകരണ കേന്ദ്രങ്ങളേ ഉള്ളൂ. ആ 14 അസംബ്ലി മണ്ഡലങ്ങളോടത്ത് 3 സ്ഥലങ്ങൾ വെച്ചിട്ട് അതേപോലെ തന്നെ ഇടുക്കിയിലും 3 കേന്ദ്രങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ആ പരിപാടിയും ഒക്കെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന ഇത്തരം ജനവിരുദ്ധ നടപടികളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സമ്മേളനങ്ങളും വലിയ പ്രചരണ പരിപാടികൾ നടത്താനുള്ള ഒരു അവസരവും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ KPCCയുടെ ജാഥയെ വരെ ഞങ്ങൾ കാണുകയാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ആ രീതിയിൽ വിനിയോഗിക്കുമെന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാൻ. റോയ് കെ പൗലോസ്, ഇപ്പോൾ ഈ ആളുകളിൽ വലിയ ഭയാശങ്കയിലാണ്. ഒരു ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അങ്ങ് പറഞ്ഞത്, അതായത് ചിലർക്കൊക്കെ ആശ്വാസം കിട്ടും, അതായത് ചിലർക്കൊക്കെ ഈ പണം കൊടുത്ത് ഇത് ക്രമവൽക്കരിക്കാൻ കഴിയും. പക്ഷേ ഈ എത്ര പേർക്ക് അതിന് സാധിക്കും? ഇപ്പോൾ പണം മുടക്കിയ ആളുകൾ ഈ 375ഓളം കെട്ടിടങ്ങൾ ഈ മൂന്നാറിൽ മാത്രം ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നുണ്ട്. പല ആളുകളും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം മരണത്തിന് തയ്യാറായിരിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഗൾഫിലും മറ്റും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം ഇവിടെ നിക്ഷേപമിറക്കി. ഇവരൊക്കെ ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ പറയുന്നു, പുറമേ നിന്ന് വന്ന് നിക്ഷേപം ഉണ്ടാക്കിയിരിക്കുന്നവരിൽ നിന്നും കുറേ പണം ഈടാക്കിയത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ചെറുതോണിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ
ഇങ്ങനെ പണം ഈടാക്കി ഈ ഇതിനെ ക്രമവൽക്കരിക്കുന്നതിനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മറ്റൊരു വിഷയം, ഗവൺമെൻറ്റിന് അതാത് കാലങ്ങളിൽ കൊടുക്കേണ്ട നികുതിയും ബിൽഡിംഗ് റൂളും ഒറ്റത്തീർപ്പാക്കലും ക്ഷേമനിധി ഇതെല്ലാം അടച്ചാണ് ഓരോ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരു നിർമ്മാണം നടത്തിയത് അത് ക്രമവൽക്കരിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റും അതിൻ്റെ കൂട്ടാളികളാണ്. കാരണം ഒരു നിർമ്മാണം നടക്കുമ്പോൾ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നികുതികൾ മേടിക്കുന്നുണ്ട്, ബിൽഡിംഗ് ടാക്സുകൾ മേടിക്കുന്നുണ്ട്, ഇതെല്ലാം മേടിച്ച് വാങ്ങി നിർമ്മാണം നടത്തുന്ന അതിനെ വീണ്ടും ക്രമവൽക്കരിക്കുക, അത് ഗവൺമെൻറ് കൂട്ടു നിൽക്കുക. അങ്ങനെ ഗവൺമെൻറ് കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റും ഇതിൻ്റെ പ്രതിയാണ്. ഒരാൾ മോഷ്ടിക്കാൻ പോകുന്നു, ആ മോഷണത്തിന് കൂട്ടു നിൽക്കുന്ന ആളും മോഷണം നടത്തുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു വലിയ പ്രതിസന്ധിക്ക് ഈ 64 ചട്ടം പരിഷ്കരിക്കുന്നതിന് പകരം ഇതൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും അത് പരിഹരിക്കാൻ കഴിയാത്ത അത് വലിയ നൂലാമാലകളിലേക്ക് പെടുന്നു. ഇതിനെ ഞങ്ങൾ എല്ലാം അനുകൂലിച്ചു എന്നതുകൊണ്ട് നിയമസഭയിൽ ഞങ്ങളിത് ഈ ബില്ലിനെ അനുകൂലിച്ചു, പിന്നീടാണ് ഞങ്ങൾക്ക് ചതി മനസ്സിലാക്കി എന്നതുകൊണ്ട് ഞങ്ങൾക്കിതാ നിവൃത്തിയുള്ളൂ എന്നതിന് പറയുന്നതിനൊപ്പം നമുക്ക് തെറ്റുപറ്റി നമ്മൾ തിരുത്തേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നതാണോ UDF-നും കോൺഗ്രസിനും ഗുണകരം? അതോ ഇങ്ങനെ പോകട്ടെ, ഏതായാലും പറ്റിപ്പോയി എന്ന രീതിയിൽ പോകുന്നതാണോ നല്ലത്? ഇല്ല, അങ്ങനെ തെറ്റുപറ്റിയെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ പറയുന്നുമില്ല. തെറ്റല്ല പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവൺമെന്റ് തയ്യാറായില്ല. ഞങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞതനുസരിച്ച് ചതിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നിയമസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്ന പലവട്ടം പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ വിഷയം എങ്ങനെ ആയിരിക്കും എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവുമായി പലവട്ടം സംസാരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കേട്ടോ, ഒരിക്കലും ചതിക്കപ്പെട്ടു എന്നോ അബദ്ധത്തിൽ ചാടിയെന്നോ എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങളെ സംബന്ധിച്ചുള്ള ആളുകളല്ല. കാരണം ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ, സ്റ്റഡീഡായിട്ടുള്ള ആളുകളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പിന്നെ ആകെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ അനുകൂലിച്ചു? ഞങ്ങൾ ഇത് പാടില്ല, ഇങ്ങനെയല്ല വേണ്ടത്, ബില്ല് തന്നെ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ ആദ്യം സംസാരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കുന്നത്, ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ പലവട്ടം സംസാരിച്ചപ്പോഴും ഇത്തരമൊരു ബില്ലിന്റെ ആവശ്യമില്ല, അവിടെ റൂള് ചട്ടഭേദഗതി വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല, ഗവൺമെന്റ് അതിന് തയ്യാറല്ല. ഗവൺമെന്റ് ഒരു വാശിയോടുകൂടി തന്നെ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ എതിർക്കാൻ പാടില്ലായിരുന്നു? എതിർത്താലും ബില്ല് പാസ്സാവും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. UDF എതിർത്താലും ബില്ല് പാസ്സാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോ ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഇടുക്കിയിലെ ജനങ്ങൾക്ക് മുമ്പാകെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് ബില്ലിലെ വിശദാംശങ്ങളൊന്നും നാട്ടിലെ ജനങ്ങൾക്ക് ആ സമയത്ത് ഒരു ധാരണയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ അപൂർവം ആളുകൾ, എത്ര പേരുണ്ട്? 100-100 അതിൽ താഴെ ആളുകളേ ഉള്ളൂ. അപ്പൊ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ അകത്ത് അപകടം എന്താണ്, കള്ളത്തരം എന്താണ്, ഗവൺമെന്റിന്റെ കാപട്യം എന്താണ്, സർക്കാരിന്റെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുടെ ചുരുക്കമുള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്ന് വിചാരിച്ച് അത് ഞങ്ങൾ വോട്ടിനിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും പരാജയപ്പെടുകയുമില്ല, ബില്ല് പാസ്സാവുകയും ചെയ്യും. ഞങ്ങൾ അതിനെ എതിർത്തു എന്ന് വരുത്തണ്ട എന്ന് മാത്രം വെച്ച് അതിനെ അനുകൂലിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഗവർണർ ഒപ്പിടാതെ തിരിച്ചയച്ചാലും ഞങ്ങൾക്ക് സങ്കടമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് പരാതിയില്ല. വിശദമായിട്ട് ചർച്ചയ്ക്കുള്ള അവസരം ഇതിനകത്ത് കിട്ടും. ഇനിയല്ല, ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായിട്ടുള്ള പേര് ബില്ലിന്റേതാ, ഭാഗികമായിട്ട് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടാവുന്ന ഒരു കാര്യം മാത്രമേ ബില്ലിൽ വന്നിട്ടുള്ളൂ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് പോരല്ലോ. ഇനി പട്ടയം കിട്ടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ സ്ഥിതി എന്തായിരിക്കും? അതിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അവർക്കിനി ആ ഭൂമിയിൽ യഥേഷ്ട ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ? ഇപ്പോ ഈ ക്രമവൽക്കരിക്കാൻ പോകുന്ന ഈ സംഭവം, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അമിതമായ ഫീസ് ഈടാക്കാനുള്ള നടപടികൾ ചട്ടം വരുമ്പോൾ അതുമായിട്ടുണ്ടാകുമോ? ഇതെല്ലാം വരുമ്പോൾ കൃത്യമായ നിലപാട്, വീണ്ടും കുറച്ചുകൂടി കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ UDF-ന് കഴിയുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷവുമായിട്ടും ഈ ജില്ലയിലെ വിഷയങ്ങൾ ഏറ്റെടുത്തുള്ള കർഷക സംഘടനകളും മറ്റു പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ടും വളരെ ഗൗരവമായ ചർച്ചകൾ നടത്തി ഒരു ധാരണയിലെത്തിയതിനു ശേഷം വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ എന്നാണ്. ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിൽ കർഷകരോട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ള നിലപാട്. അവസാനമായി റോയ് കെ പോലീസ് ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇടുക്കിയിലെ കർഷകർ തയ്യാറാണ്. ഞാൻ വളരെ സങ്കടത്തോടു കൂടി പറയുന്നു, ഈ 2019 മുതൽ ഈ ഗവൺമെന്റ് നടത്തുന്ന ഇടുക്കിയിലെ കർഷകർക്കെതിരായിട്ടുള്ള ഈ കർഷക ദ്രോഹ നടപടികളെ സംബന്ധിച്ച് വ്യാപകമായ പ്രക്ഷോഭ പരിപാടികളും പ്രചാരണ പരിപാടികളും UDF ഭാഗത്തു നിന്നും വിവിധ കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇടുക്കിയിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇതിന്റെ സത്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ തയ്യാറായിട്ടില്ല. ഈ CPM ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നവർ, ഈ കർഷക വിരുദ്ധ നിയമങ്ങളെല്ലാം ഉത്തരവിറക്കുന്നവർ, കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ച് ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ കോടതി വിധിയിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നവർ, ഈ കാപട്യം ഒരു വശത്ത് നടത്തുന്നവർ, മറുവശത്ത് വന്ന് വീണ്ടും അവർ ഞങ്ങളെ സഹായിക്കുന്നവരാണ് എന്നുള്ള നിലയിൽ ഇടുക്കിയിലെ CPM നേതാക്കന്മാരും LDF നേതാക്കന്മാരും സമര ആഹ്വാനം നടത്തുകയും കലാപാഹ്വാനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ കാപട്യമെങ്കിലും മനസ്സിലാക്കാൻ ഇന്ന് വരെ ഇവർക്ക് കഴിഞ്ഞിട്ട്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതിനാണ് ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞത്. ഈ ജില്ലയ്ക്ക് ജനങ്ങൾക്കെതിരായിട്ടുള്ള 2019 ആഗസ്റ്റ് 22 സർക്കാർ ഉത്തരവ് വരുമ്പോൾ വളരെ സങ്കടത്തോടെ ഞാൻ പറയുന്നു, മലയോര മേഖലയിൽ നിന്നുള്ള ഉടുമ്പൻചോലയുടെ ജനപ്രതിനിധി മന്ത്രിയായി ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇരിക്കുക, ഒരഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പൊ ഈ ജില്ലയിലെ ജനങ്ങളെ മറ്റു 13 ജില്ലയിലെ ജനങ്ങൾക്കുമുള്ള അവകാശങ്ങൾ ഇവിടത്തെ ജനങ്ങൾക്ക് മാത്രം വേണ്ട എന്നൊരു ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ഈ ജില്ലയിൽ നിന്നൊരു ജനപ്രതിനിധി മന്ത്രിയായിട്ട് അവിടെ ഇരുന്നിട്ടും ഒരു വാക്കുപോലും അതിനെതിരായിട്ട് പറയാതെ ഇവിടെ വന്നു നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ തെറി പറയുക, ജില്ലാ കളക്ടർ തെറി പറയുക, റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ചീത്ത പറയുക, ആളുകളുടെ കയ്യും കാലും വെട്ടുമെന്ന് പറയുക, ഇത് കാപട്യമാണ്. ഈ കാപട്യം തിരിച്ചറിയാൻ ഈ ജില്ലയിലെ ജനങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് ഒന്നാമത്തെ എന്റെ അഭ്യർത്ഥന. രണ്ടാമത്തെ എന്റെ അഭ്യർത്ഥന, ഈ ഗവൺമെന്റിന്റെ ഈ കൊള്ളരുതാത്ത നടപടികൾക്കെതിരായി സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായം ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയും. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് KPCC ജനറൽ സെക്രട്ടറി ശ്രീ റോയി കെ പൗലോസാണ്. വളരെയധികം നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.